സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ നെക്സ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ നോക്കുകയാണ് എങ്കിൽ ലാസ്റ്റ് ഞാൻ ബോണ്ട് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് ഒരു സ്പാർക്ക് തെറിച്ചു. അങ്ങനെ ഞാൻ ബോണറ്റ് അടിച്ചു. പക്ഷേ പെട്ടെന്നൊരു ശക്തിയിൽ ബോണറ്റ് അടിച്ചതാക്കി. പിന്നെയാണ് ഞാൻ ആ സത്യം തിരിച്ചറിയുന്നത്. വണ്ടിക്ക് കൂളൻ്റ് പോയതായിരുന്നു ഗൈസ്. കൂളൻ്റ് ലീക്കായതാണ്. ഇനിയിപ്പോൾ ഈ പട്ടിക്കാട്ടിൽ എവിടെ ഞാൻ കൂളൻ്റ് കണ്ടുപിടിക്കാനോ അറിയത്തില്ല. കാരണം ഈ സ്ഥലവും ഈ സൂപ്പർ മാർക്കറ്റിലില്ലേ, ഇവിടെ ഒന്നും ഒരു ഇതുമില്ല. ഈ കട ഉണ്ടില്ലേ, ഇവിടെ ഒരു ഇതുമില്ല വെച്ചാൽ ഇതൊക്കെ അബാൻഡാണ് കേസ്. അപ്പം ഞാൻ എവിടെയെങ്കിലും വലിയ കുളം പോലെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കിട്ടുമോ നോക്കാൻ വേണ്ടി ഒന്ന് പൊക്കോട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര തുടരുമ്പോഴായിരുന്നു ഞാനൊരു അപ്പാപ്പനെ കണ്ടുമുട്ടുന്നുണ്ടായിരുന്നത്. ചേട്ടാ, എൻ്റെ വണ്ടി കംപ്ലൈൻറ്റ്. ഇവിടെയാണെങ്കിൽ അടുത്ത് കടയൊന്നും കാണുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? പിന്നെ ആ ചേട്ടൻ പറഞ്ഞതാണ് എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത്. എന്തുവാ ചേട്ടാ? കാട്ടാക്കടയാ? കാട്ടാക്കട ജോലിയുള്ള പട്ടാളത്തിൽ ജോലിയുള്ള ഒരു ചന്ദ്രനെ അറിയാമോ? അപ്പോൾ തന്നെ ഞാൻ അപ്പാപ്പന് ഭ്രാന്താണെന്ന് ഉറപ്പിച്ച് ഞാൻ സ്ഥലം വിട്ടു. അങ്ങനെ ഞാൻ യാത്ര തുടരുമ്പോഴായിരുന്നു ഒരാൾ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി ചോദിച്ചു ഇതാരാണെന്ന്. അപ്പോൾ ആൾ എനിക്ക് തന്ന മറുപടി ഇതാണ്. എന്താ ചേട്ടാ, നടു റോഡിലാണ് നിൽക്കുന്നത്, മാറി നിന്നൂടെ? വണ്ടി വരുന്നത് കണ്ടില്ലേ? മോൻ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരും. അങ്ങോട്ട് ബാ, ഇക്ക പൊറോട്ട ഇറച്ചിയും മേടിച്ചു തരാം. പോടാ ഭ്രാന്താ, താൻ എന്തായി പറയുന്നേ? മനുഷ്യനല്ലേ പുള്ളേ. പോടാ വട്ടുള്ള ഭ്രാന്താ. ഉടനെ തന്നെ ഒന്നും നോക്കാതെ ആളെ ഇടിച്ചിട്ട് ഞാൻ എൻ്റെ യാത്ര വീണ്ടും തുടർന്നു. അയ്യോ, ഞാൻ എങ്ങോട്ടോ ഇതാ പറഞ്ഞു. ഇനി വീടെത്താൻ മാത്രമായിരുന്നു എൻ്റെ ഒരു ശ്രമം. ഇനിയിപ്പോൾ വീടെത്തിയിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്നുള്ളൂ. വണ്ടി എല്ലാവിടെയും കൊണ്ട് ഇടിപ്പിക്കുന്നുണ്ടെങ്കിലും അതെൻ്റെ ഒരു ഹോബിയായി മാറി. ഇങ്ങോട്ടൊക്കെയോ പോയി വീടെത്തുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. ഒരു വിധം നമ്മൾ വീടെത്തി. നീ നേരെ പോയി കിടന്ന് നാളെ രാവിലെ തന്നെ വണ്ടീനെ സുഗുണ്ണൻ്റെ കടയിൽ കയറ്റണം. അപ്പോൾ സുഗുണ്ണനെ 2 ചീത്തയും വിളിക്കണം. കാരണം കൂളൻ്റ് എൻ്റെ ആ സംഭവം എന്താ പറയുക, കൂളൻ്റ് റേഡിയേറ്റർ ഒന്നും ആൾ ഇതാക്കിയില്ല. ആളങ്ങനെ വണ്ടി തന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും ആളെ വിളിച്ച് 2 ചീത്ത എന്തുവാടേ വണ്ടി മുമ്പിക്കുവാണ്, അങ്ങനെ പറയാൻ കിട്ടില്ല. ഇത്തിരി ബാക്കിലോട്ട് നിർത്താൻ. യെസ്, ബൈ ദ വേ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി 500 രൂപേൻ്റെ ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്താ ചെയ്യുക, റിച്ച് മാൻ. എന്താ ചെയ്യുക, 500 രൂപേൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് എന്നെ സമ്മതിക്കണ്ടേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൻ എന്നെ വിളിയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ ഈ വീഡിയോയിൽ എന്താ ഞാൻ പറയുന്നേ, എന്തൊക്കെയോ എന്തായാലും പറയുന്നില്ല. എന്തോ പറയാമെന്ന് ഞാൻ ഒരു പക്ഷേ ഈ വീഡിയോയിലും ഏറ്റവും കൂടുതൽ എഡിറ്റിംഗ് എഫേർട്ട് ഇടുന്നത് കാരണം ഇതിൽ ഒരുപാട് ഫണ്ണി സംഭവങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഫസ്റ്റ് പാർട്ട് നല്ല സ്കെയർ ചെയ്യുന്നെങ്കിലും സെക്കൻഡ് പാർട്ട് നമ്മൾ വളരെ 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 ഇതോടെ ഫണ്ണായി നമ്മൾ ഈ ഒരു സീരീസ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ സീരീസുകൾ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ ഇനി ഇതുപോലത്തെ അടിപൊളി സീരീസുകൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് സോറി. പാർട്ട് 2 ഉടനെ. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മുടെ ബൂമറിൻ്റെ കൂടെയുള്ള വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൂമർ ആവാൻ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ബൂമർ ഇനി ഫ്രീ ആകുമ്പോൾ നമ്മൾ വീഡിയോ ഉണ്ടാവും. പിന്നെ ശ്രീഹരിയായിട്ടുള്ള വീഡിയോസ്, എല്ലാവരും ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനി ഇടുന്നു. ഓക്കെ, സോ അതുവരേക്കും ഇറ്റ്സ് മീ നെക്സ്ട്രോ സൈനിങ് ഓഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറക്കണ്ട. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്.